രാവിലെ തന്നെ എന്താ വണ്ടിയൊക്കെ കഴുകുന്നതെന്നല്ലേ, നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. മാത്രമല്ല നമ്മുടെ സ്ലോപ്പിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടി ഫുള്ള് പൊടിയായി കേട്ടോ. അങ്ങനെ ഉണ്ണിയണ്ണൻ കാറ് വാഷ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവളെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കിയേ. ഇതാണ് അവളുടെ ഇന്നത്തെ വേഷവേ. ഇത് സോക്സും ഹെഡ് ബാൻഡും ഒക്കെ ഇട്ടേക്കുന്നതിന് എത്ര നേരത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കല്യാണത്തിന് പോവുമല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുത്തേ കേട്ടോ. ഇതാണ് അവളെ ഒരുക്കി കഴിഞ്ഞിട്ടുള്ള കോലം. മര്യാദയ്ക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പം അന്നേരം തൊട്ട് നിൽക്കുകയാണ് പോകണമെന്നും പറഞ്ഞിട്ട്. റെഡിയായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൊച്ചിന് വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, അന്നേരം തന്നെ പോകണം. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ട് ബിരിയാണി ആട്ടോ. നമുക്ക് ബിരിയാണിയുണ്ട്, സദ്യയുണ്ട്, മുസ്ലിംസിൻ്റെ കല്യാണമല്ലേ. അപ്പം നമ്മൾ അച്ചാറും സാലഡും പപ്പടവും ഒക്കെ വന്നേ. അവൾ ആ സമയത്തിന് ആ പേപ്പറെല്ലാം വലിച്ചു കീറി ഞാൻ കളഞ്ഞു. പിന്നെ അവളൊന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ ആ സാലഡിൽ നിന്ന് ക്യാരറ്റും സവാളയും ഇച്ചിരി പപ്പടമൊക്കെ പിച്ചി കൊടുത്ത്. അങ്ങനെ കുറച്ച് നേരം അവളോട്ട് ഇരുന്നപ്പോഴത്തേനും നമുക്ക് റൈസ് വന്നേ. ബീഫ് ബിരിയാണിയാണ്, നല്ല ചെറിയ റൈസിലൊക്കെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ അമ്മതോ ഒരു പീസ് ആ പിച്ചിങ്ങി തട്ടിയിടാനൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ അമ്മയും ഉണ്ണേണ്ണും ഞാനുമൊക്കെ കഴിച്ച് ഞാൻ മോക്ക് പിന്നെ 3-4 വായ വെച്ച് കൊടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ നെയ്യല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ചേ കൊടുത്തോളൂ. പിന്നെ സദ്യ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ചോറും പരിപ്പും കൂടെ കൊടുക്കാമെന്നേ. അങ്ങനെ ഞാൻ കഴിച്ച് പകുതി ആയപ്പോഴത്തേനും അവൾ ആ ഗ്ലാസ് എല്ലാം കൂടെ വെള്ളം തട്ടിമറിച്ച് എൻ്റെ ദേഹത്തും നമ്മുടെ ആ ഇലയിലൊക്കെ ഇട്ട്. പിന്നെ എനിക്ക് അവസാനം ബിരിയാണി കഞ്ഞിയായിട്ട് കുടിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും അവൾ ആ വെള്ളം മൊത്തം അങ്ങ് തട്ടിയാൻ കളഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഹെഡ് ബാൻഡൊക്കെ അവൾ വലിച്ച് കളയുമെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അവൾ വലിച്ചൂരിയാൻ കളഞ്ഞേ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിലെത്തി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അവരൊക്കെ ആയിട്ടിരുന്ന് കളിച്ച് ഞങ്ങൾ പിന്നെ അമ്മയുടെ വീട്ടിലോട്ട് പോയേ. ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന റൈഡർക്ക് ഉണ്ടാക്കി എൻ്റെ അച്ഛനാട്ടോ. അപ്പോൾ ഉണ്ണിയൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്മയുടെ വീട്. അവിടെ പിന്നെ ലക്ഷ്മിയും കല്യാണം ഉണ്ടായിരുന്നേ. പിന്നെ കുഞ്ഞുണ്ട്, അമ്മയുടെ അനിയത്തിയാണ്. ഇവരുണ്ടെങ്കിൽ ചക്കയ്ക്ക് വേറെ ആരും വേണ്ട. അങ്ങനെ കുറച്ച് നേരം അവരുടെയും കൂടി ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് അമ്മയും അച്ഛനും വീട്ടിലോട്ടും പോയി. വീട്ടിൽ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് അപ്പം അവിടെ ഇറങ്ങി ഇന്ന് കളിക്കണം. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുത്തി കുളിപ്പിച്ച് ഞാൻ അകത്ത് കയറ്റിയേ. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.